കുഞ്ഞുകുട്ടാ പഴങ്ങഞ്ഞു കുടിക്കുക. കുട്ടിമാമ എന്നെ വിളിച്ചോ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാരിരുമ്പിന്റെ ശരീരവും കുട്ടികളുടെ മനസ്സുമുള്ള നമ്മുടെ കുഞ്ഞൂട്ടനെ പറ്റി പറയാനാണ്. തുടക്കം തന്നെ എവിടേക്കോ ഉള്ള കുറെ ആൾക്കാരെ ഏതോ ഒരുത്തം വന്നങ്ങ് കൊല്ലും. നോക്കുമ്പോ പോലീസുകാരെല്ലാരും കൂടെ റിട്ടയർഡ് എസ്പിയുടെ മോളുടെ കല്യാണത്തിന് പാഞ്ഞു വന്നിട്ട് പറയും, നിങ്ങളുടെ ബാച്ചിലുള്ളവരെ എല്ലാം ആരോ കൊന്നു, നിങ്ങളുടെ സെക്യൂരിറ്റിക്കാ ഞങ്ങൾ വന്നേക്കുന്നേന്ന്. അന്നേരത്തേക്ക് പുള്ളി പറയും, അവൻ ഈ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു അല്ലേ? ശവക്കൂമ്പാരത്തിന്റെ മുകളിൽ കയറിയിരുന്ന മീശ വിരിച്ചൊരു ചെകുത്താന്റെ കഥ. ഇതിലെ മെയിൻ ആൾക്കാരെ ബൂസ്റ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങേര് ഈ പടത്തിലുള്ളത് തന്നെ. അങ്ങനെ സെക്യൂരിറ്റിക്ക് വന്ന പോലീസുകാരെയും വിളിച്ചിരുത്തി ഇങ്ങേര് കഥ പറയാൻ തുടങ്ങും. കഥ നടക്കുന്നത് 1975-ലാണ്. മണ്ണിൽ കുളിച്ചോണ്ടിരിക്കുന്ന ഇങ്ങേരാണ് ഈ പടത്തിലെ വില്ലൻ. വില്ലനെ പറ്റി പറയാനാണെങ്കിൽ ഗുസ്തിയിൽ നമ്പർ 1 ആയ നമ്മുടെ ദേവണ്ണ ഗുണ്ടായിസൊക്കെ കളിച്ച് ഈ കുണ്ടറ ദേശത്തെ പോലീസുകാരുടെ മൊത്തം പേടി സ്വപ്നാണ്. ദേവണ്ണനെതിരെ കേസെടുത്ത ഒരു SI-നെ മൊട്ടയടിച്ച് ചെരുപ്പുമാല ഇടിച്ച് കഴുതപ്പുറത്തിരുത്തി നാട് കടത്തിയവനാണ് ദേവണ്ണ. മാത്രമല്ല ദേവണ്ണയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചാൽ വന്ന് ചെടിച്ചട്ടിയിൽ മൂത്രം ഒഴിച്ചു വെക്കൽ തുടങ്ങിയ കുറച്ച് കുണ്ടാമണ്ടികളൊക്കെ അണ്ണന്റെ കയ്യിലുണ്ട്. അങ്ങനെ നാട്ടിലെ പോലീസുകാരെല്ലാം കൂടെ പൊറുതി മുട്ടി അണ്ണനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ഇടും. അടുത്ത ദിവസം ദേവണ്ണ കബഡി കളിക്കാൻ വേണ്ടിട്ട് വരും. കാല് വെച്ച് അടിച്ചു വാരിക്കൊണ്ടാണ് അണ്ണന്റെ വരവ് തന്നെ. ഞാൻ ഇട്ടിട്ടില്ലടാ. ടീമിൽ അത്രയും പേരെ നിർത്തിയിട്ട് ദേവണ്ണ ഒറ്റക്ക് നിന്നങ്ങ് കാവടി കളിക്കും. കളിയുടെ ഇടയിൽ എതിർ ടീമിലെ വില്ലന്മാര് ബ്ലേഡ് വെച്ചൊന്ന് സ്ക്രാച്ച് കൊടുക്കും. നോക്കുമ്പോ പോലീസ് വിട്ട വില്ലന്മാരാണത്. ദേവണ്ണ എല്ലാത്തിനും എടുത്തിട്ട് അലക്കി അതിലൊരുത്തന്റെ തലയും വെട്ടിക്കൊണ്ട് സ്റ്റേഷനിലേക്ക് വന്നു കയറി 2 പഞ്ചും അടിച്ചിട്ടങ്ങ് പോകും. എന്തൊക്കെയായാലും നമ്മുടെ ദേവണ്ണയെ ദൈവത്തെ പോലെ ആരാധിക്കുന്ന ഒരു ഭക്തനുണ്ട് ഈ നാട്ടിൽ. മറ്റാരുമല്ല, നമ്മുടെ കുഞ്ഞൂട്ടൻ തന്നെ. കുഞ്ഞൂട്ടൻ എവിടെ സൈക്കിൾ എടുത്തിട്ട് പോയാലും അവിടെ കൊടുങ്കാറ്റ് അടിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ പൊതുശല്യമാണ് കുഞ്ഞൂട്ടൻ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ പോകുന്ന വഴി പെണ്ണുങ്ങളുടെ സാരി അടിച്ചോണ്ട് പോക്ക്, കോല ഇട്ടതിന്റെ മേലെ കൂടെ ഡ്രിഫ്റ്റ് അടിക്കല്, ഇതൊക്കെ കുഞ്ഞൂട്ടന്റെ കുസൃതികളാണ്. കുഞ്ഞൂട്ടൻ ഏട്ടൻ വെച്ച മരണ പേടിയാ. പക്ഷെ ഏട്ടന്റെ ചെരുപ്പ് ആരേലും അടിച്ചു മാറ്റിയ പാഞ്ഞു ചെന്ന് സ്വന്തം ചെരുപ്പ് കൊടുത്ത് ഏട്ടന്റെ ചെരുപ്പ് തിരിച്ചു കൊണ്ടുവന്ന് വെക്കും. അത്രക്ക് സ്നേഹമാണ്. കുഞ്ഞൂട്ടന്റെ ഏട്ടനാണെങ്കിൽ നഷ്ടപ്രണയിനിയുടെ പേര് നെഞ്ചിൽ പച്ചകുത്തി നടക്കുന്ന ഒരു കലിപ്പനും. ഇനി അടുത്ത ആളുടെ ഇൻട്രോ ആണ്. പടം തുടങ്ങി 1/2 മണിക്കൂറായിട്ടും ഇൻട്രോ അല്ലാതെ കഥ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇനി ഇങ്ങേരാരാന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ആരുമല്ല, കുഞ്ഞൂട്ടന്റെ ഏട്ടന്റെ ഫ്രണ്ട്. ഇനിയാണ് നമ്മുടെ നായികയുടെ ഇൻട്രോ. ഇത് തീർന്നില്ലേ കുട്ടാ, അവള് വരുന്നുണ്ടടാ, ഭ്രാന്തളയ വിത്ത് കളയ പോലെ. നമ്മുടെ കുഞ്ഞൂട്ടന്റെ നിഷ്കു അഭിനയത്തെ മലർത്തി അടിച്ചുകൊണ്ട് നായികയുടെ മെഗാ ക്രിഞ്ച് ആക്ടിംഗ് നൊരഞ്ഞു പതിഞ്ഞ് മേലെ നിൽക്കുവാണ് സുഹൃത്തുക്കളെ. ഇനി വാ തുറന്നാലോ അതിനേക്കാൾ കച്ചറ. അങ്ങനെ നമ്മുടെ നായിക കുഞ്ഞൂട്ടന്റെ റേഷൻ കടയിൽ മണ്ണെണ്ണ മേടിക്കാൻ വന്ന് അളവ് പാത്രത്തിൽ കള്ളത്തരം കാണിച്ചെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കുഞ്ഞൂട്ടനെ കൊണ്ടുള്ള പണിയെല്ലാം എടുപ്പിക്കും. അങ്ങനെ നായികക്ക് സിനിമാ ടിക്കറ്റും എടുത്ത് നിൽക്കുമ്പോൾ ദാണ്ടെ വരുന്നു നമ്മുടെ ദേവണ്ണ അണ്ണന്റെ അക്കേനെയും കൂട്ടിക്കൊണ്ട്. നമ്മുടെ കുഞ്ഞൂട്ടനാണെങ്കിൽ ആരാധന മൂത്ത് പടം പോലും കാണാതെ ദേവണ്ണനെയും നോക്കി വെള്ളം ഇറക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. നോക്കുമ്പോ ഏതോ വില്ലന്മാര് വന്ന് ദേവണ്ണന്റെ കണ്ണിൽ ഇഷ്ടികപ്പൊടി എറിഞ്ഞ് കളർ ബോംബും അങ്ങ് പൊട്ടിക്കും. കുഞ്ഞൂട്ടൻ ഒറ്റ ബുദ്ധിയാണല്ലോ. അപ്പൊ തന്നെ ഒരു കേസ് കളർ സോഡ എടുത്തെറിഞ്ഞിട്ട് പറയും ഇതുപോലെ തലമണ്ട അടിച്ച് പൊളിക്കാൻ. അങ്ങനെ സ്വന്തം തലയടിച്ച് പൊളക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും വില്ലന്മാരെ തലയടിച്ച് പൊളിക്കാനാണെന്ന്. എന്നാലല്ല, അക്ക അണ്ണന്റെ തല പൊളക്കെ അടിച്ചങ്ങ് പൊട്ടിക്കും. ഇതൊരു മറ്റടുത്ത ഐഡിയ ആയിപ്പോയി. കുഞ്ഞൂട്ടനെ ബുദ്ധിയില്ല. അക്ക നിങ്ങൾക്ക് എന്താ പറ്റിയേ? നോക്കുമ്പോ അണ്ണനും എടുത്തിട്ട് അടിക്കും തല പൊളക്കെ. ഇതിപ്പോ വില്ലന്മാരുടെ ആവശ്യമില്ലല്ല, ഇങ്ങേര് തന്നെ സ്വന്തം ചത്തോളും. പിന്നെ അണ്ണൻ എല്ലാത്തിനെയും എടുത്തിട്ട് അങ്ങ് പൂളും. അടുത്ത ദിവസം നായിക പണിയെടുക്കുന്ന ഫാക്ടറിന്ന് സ്പ്രേ ആരും കാണാതെ മുക്കിയിട്ട് സ്വന്തം അങ്ങ് അടിക്കും. ഇങ്ങനെ സ്പ്രേ അടിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക. നമ്മുടെ കുഞ്ഞൂട്ടൻ ഇത് കണ്ട് തിരിച്ച് ഭീഷണിപ്പെടുത്തി നായികയെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കാൻ അങ്ങ് തുടങ്ങും. അങ്ങനെ അവര് രണ്ടും അങ്ങ് സെറ്റാവും. അയ്യോ, നീ എന്നെ ഇങ്ങനെ നോക്കുമ്പോ എനിക്കങ്ങ് വല്ലാതെ കാണുമോ.
അടുത്ത ദിവസം നമ്മുടെ ദേവണ്ണൻ പഴയ ഗുസ്തിക്കളത്തിലേക്ക് അങ്ങ് വരും. അപ്പൊ കുഞ്ഞോട്ടൻ വന്നിട്ട് അവിടുത്തെ ചാമ്പ്യനുമായിട്ട് ഗുസ്തി പിടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് എരികേറ്റി വിടും. ദേവണ്ണൻ അങ്ങേരെ എടുത്തിട്ട് അടിച്ചങ്ങ് തോൽപ്പിക്കും. ഈ ഏജിലും അണ്ണൻ ഇത്രയും പെർഫോമൻസ് കാഴ്ചവെച്ച് നിൽക്കുമ്പോ കുഞ്ഞൂട്ടൻ വന്നിട്ട് പറയും, അണ്ണൻ ആ പഴയ പവർ ഒന്നും ഇല്ലാന്ന്. എന്നാ പിന്നെ നീ വന്നുണ്ടാക്കുന്നും പറഞ്ഞോണ്ട് രണ്ടും കൂടെ ഗുസ്തിക്കിറങ്ങും. കുഞ്ഞൂട്ടൻ വന്ന് അണ്ണന്റെ കാലേ വാരി ഒരറ്റയടി. ഞാൻ വീണതല്ല, ഇവിടുത്തെ മണ്ണ് ടെസ്റ്റ് ചെയ്തതാ. എന്നിട്ട് കുഞ്ഞൂട്ടൻ ഇത് നാടായ നാട് മൊത്തം പോയി കയറ്റി അടിച്ചങ്ങ് പറഞ്ഞ് സംഭവം പൊലിപ്പിക്കും. ഈ സമയം ദേവണ്ണ പോയിട്ട് ഇലക്ഷന് നിൽക്കും. നോക്കുമ്പോ എല്ലായിടത്തും കുഞ്ഞൂട്ടനെ പറ്റിയാണ് വർത്താനം. ഇത് ദേവണ്ണന്റെ വലം കൈക്ക് തീരെ ഇഷ്ടപ്പെടൂല. പുള്ളി കുഞ്ഞൂട്ടന്റെ പെണ്ണിനെ വഴിയിൽ വെച്ചങ്ങ് ശല്യം ചെയ്യും. എന്നിട്ട് നായിക വന്ന് കുഞ്ഞൂട്ടനോട് പറയുമ്പോ കുഞ്ഞൂട്ടൻ പറയും, വേണ്ട, നമുക്ക് അവരോടൊന്നും പ്രശ്നമൊന്നും വേണ്ടാന്നും പറഞ്ഞ് സെന്റ് അടിച്ചങ്ങ് വിടും. വില്ലൻ അടുത്ത ദിവസം നായികയെ ഫാക്ടറിയിൽ വെച്ച് അടിച്ചിട്ടിട്ട് മുടിയും മുറിച്ചങ്ങ് വിടും. നമ്മുടെ കുഞ്ഞൂട്ടനാണ് ഇത് കണ്ടിട്ട് കലിപ്പങ്ങ് കേറൂലേ. അവളെയും കൂട്ടിക്കൊണ്ടൊരു പോക്കങ്ങ് പോകും. അവിടെ ചെന്ന് എല്ലാരെയും അടിച്ചിട്ട് പോകുന്ന ഒരു സീനാണ്. പക്ഷെ പുറകിൽ വാക്കത്തെയും പിടിച്ച് വീശിക്കൊണ്ട് നടക്കുവാണ് വില്ലന്മാർ. എന്തൊരു നല്ല വില്ലന്മാരല്ലേ. അങ്ങനെ അവിടെ ചെന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും ദേവണ്ണനുള്ള കലിപ്പത്രയും കയറിയിട്ട് പറയും, 24 മണിക്കൂറിനുള്ളിൽ ഇവന്റെ കുടുംബത്തിലെ എല്ലാവരുടെയും തല എന്റെ കാൽക്കീഴിലുണ്ടാകും. കുഞ്ഞൂട്ടനുള്ള കാര്യം വീട്ടിൽ പോയി പറഞ്ഞ് നാട് വിടാനുള്ളതിന് പൊട്ടം കളിച്ച് പേടിച്ച് ഏട്ടൻ പോകുന്ന പുറകെ സ്കൂളിലേക്ക് പോക്ക്, ചേച്ചി പോകുന്ന പുറകെ കോളേജിലേക്ക് പോക്ക്. അങ്ങനെ സെക്യൂരിറ്റി കളിക്കും. വിറക് വെട്ടാൻ കോടാലി എടുത്താൽ അവിടെ എത്തും, കരിക്ക് വെട്ടാൻ കത്തിയെടുത്താൽ അവിടെ എത്തും. അങ്ങനെ മൊത്തം അൽക്കുലത്ത് കിടന്ന് കളിക്കും. അവസാനം പാതിരാത്രിയാകുമ്പോ ഉള്ള വില്ലന്മാരെല്ലാം കൂടി ഇങ്ങ് പാഞ്ഞു വരും. അപ്പത്തേക്ക് കറക്റ്റ് ടൈമിൽ ഏട്ടൻ അനിയത്തിക്ക് ശ്ലോകത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നത് അങ്ങ് കേൾക്കും. കുഞ്ഞോട്ടൻ ഒറ്റ അട്ടിക്കങ്ങ് പവർ കയറൂലേ. പിന്നെ അട്ടിയുടെ പൂരാണ്. ലോഡിങ്ങേറി ചാക്കേട്ടെടുത്തിടുന്ന പോലെയാണ് വില്ലന്മാരെ എടുത്തിട്ട് പെരുമാറുന്നത്. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. ഇതിന്റെ ഇടയിൽ ഒരു ഡയലോഗും, ഞാൻ ആദ്യമായിട്ടാ കത്തിയെടുക്കുന്നേ. നിങ്ങളുടെ കയ്യോ കാലോ എടുത്തിട്ട് നിങ്ങൾക്ക് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മമാരോടൊക്കെ ഞാൻ ക്ഷമ ചോദിച്ചെന്ന് പറഞ്ഞേക്കാം. ഒരട്ടിക്ക് ബുള്ളറ്റൊക്കെ പമ്പരം കറങ്ങുന്ന പോലെ നിന്നങ്ങ് കറങ്ങും. ഈ സമയത്തൊക്കെ ബാക്കിയുള്ള വില്ലന്മാര് കൈവച്ച് കാറ്റി വീശിക്കൊണ്ടിരിക്കും. അലക്കെന്നൊക്കെ പറഞ്ഞ ഇതാണ് ശരിക്കുള്ള എടുത്തിട്ട് അലക്ക്. എന്താ ഈ കാണിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു. അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ. അങ്ങനെ വീട്ടിലുള്ളവരെ കൊല്ലാൻ ഗുണ്ടകൾ പോകും. കുഞ്ഞൂട്ടൻ ഒറ്റ ചാട്ടത്തിന് അവിടുത്തെ പോസ്റ്റും വലിച്ചു പറിച്ചിട്ട് വീടിന് ചുറ്റും ഓട്ടി നടന്ന് ഓരോരുത്തരെയും പൂളിയിടും. അതിന്റെ ഇടയിൽ കൂടി ഒരുത്ത ജല്ലിക്കൂടെ ഒളിഞ്ഞു നോക്കലും. അവസാനം ഏട്ടൻ ഇങ്ങ് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ മൊത്തം ബോഡീസ്. അങ്ങനെ ഏട്ടന്റെ മുന്നിലിട്ട് നമ്മുടെ കുഞ്ഞൂട്ടൻ വില്ലന്മാരെ പൂളിയെടുക്കും. ഈ സമയം നമ്മുടെ ദേവണ്ണൻ അവിടെ കിടന്ന് ചവിട്ടുനാടകം കളിക്കുക. എന്നിട്ട് ഏട്ടൻ വന്നിട്ട് പറയും, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ദേവണ്ണനാണ് അമ്പിന് വില്ലിനും അടുക്കൂല. ഞങ്ങള് 3 പേരെ കൊല്ലാൻ നീ 100 പേരെ അയച്ചില്ലേ? ആ 100 പേരെ അവൻ ഒറ്റയ്ക്കാക്കും. അങ്ങനെ ദേവണ്ണനും കുഞ്ഞൂട്ടനും ഫൈറ്റ്. ഘടകം ഒഴിവ്, ഘടകത്തിനൊഴിവ്, പിന്നെ അശോകനും. അങ്ങനെ അടിമേടിച്ച് കൂട്ടുന്ന കുഞ്ഞൂട്ടനെ മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടി ഏട്ടൻ സെന്റി അങ്ങ് അടിക്കും. നീ ജനിച്ച ദിവസം നമ്മുടെ അച്ഛൻ നിനക്ക് വേണ്ടി പുറത്ത് കാത്തു നിൽക്കായിരുന്നു. ഇതും അതുമായിട്ട് എന്താടോ ബന്ധം? അങ്ങനെ ഏട്ടൻ അവിടുന്ന് സ്കൂട്ടാകും. പിന്നെയും ഫൈറ്റ്. എന്റെ കീഴ്ക്കാവിലമ്മേ. പിന്നെ കുഞ്ഞൂട്ടൻ അവിടെ കിടന്ന് കാന്താര കളിക്കും. അങ്ങനെ നീണ്ടു നിന്ന സംഘട്ടനത്തിനൊടുവിൽ കുഞ്ഞൂട്ടൻ ദേവണ്ണന്റെ തലയും വെട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങ് വരും. അപ്പത്തേക്ക് നമ്മുടെ അക്ക വന്ന് തല കിട്ടാൻ വേണ്ടിട്ട് സാരിയും പിടിച്ചങ്ങ് നിൽക്കും. എന്നിട്ട് അണ്ണന്റെ തലയും പിടിച്ച് അക്ക ഒരു പ്രതിജ്ഞ അങ്ങ് എടുക്കും. കുഞ്ഞൂട്ടന്റെ തല കൊണ്ടുവരുന്നവനെ അക്ക കല്യാണവും കഴിക്കും, ദേവണ്ണന്റെ മൊത്തം സാമ്രാജ്യവും കിട്ടുമെന്ന്. നോക്കുമ്പോ അതാ ടിസ്റ്റ്. നമ്മുടെ കുഞ്ഞൂട്ടന്റെ ഏട്ടൻ വന്ന് താലി അങ്ങ് കിട്ടും. തുടക്കത്തിൽ ഒരു പെണ്ണിന് ഇഷ്ടാന്ന് പറഞ്ഞില്ലേ, ആ പെണ്ണാണിത്. അപ്പൊ ഏട്ടന് വേണ്ടി ഇത്രയും ചെയ്ത കുഞ്ഞൂട്ടൻ ആരായി? ഇനി അടുത്ത ഇൻട്രഡക്ഷനുള്ള ടൈമാണ്. ഭൈരവൻ എന്ന് പറയുന്ന ഒരു കൊടൂര വില്ലൻ വേറെ ഉണ്ട് പോലും. എന്നാൽ ഭൈരവ അവന്റെ ശത്രുവിനെ ചുട്ടുചാമ്പലാക്കി തല്ല് തേക്കുന്നവൻ. അത് മറ്റാരുമല്ല, നമ്മുടെ കിച്ചാ സുദീപാണ്.
ട്രെയിൻ മൊത്തത്തിൽ നിർത്തി അങ്ങ് കത്തിച്ചിട്ട് ഭൈരവന്റെ വക ഒരു ഫൈറ്റ്. ഈ കൂട്ടത്തിൽ എണ്ണാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ സൈഡിലേക്ക് മാറി നിൽക്ക്. എല്ലാത്തിനെ ഇവിടെ അരിഞ്ഞു വീഴ്ത്തുമ്പോ എണ്ണമെടുക്കാനായിട്ട് ഒരുത്തനെങ്കിലും ബാക്കി വേണ്ടേ? എണ്ണാനാ? ഇതെന്താ നഴ്സറി സ്കൂളാ? 1 2 3 4 അങ്ങനെ പടം തീർത്തു. ബാക്കി രണ്ടാം ഭാഗത്തിൽ. എങ്കിൽ ഞങ്ങൾ പോകാതെ